എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്നോട് സീസൺ 6 സക്സസ്ഫുൾ ആണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സീസൺ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല പറയാൻ എന്താണെന്ന്. കാരണം ഒരുപാട് നല്ല വിഷയങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ നല്ലതിനെക്കാട്ടിലും കൂടുതൽ ഹൈലൈറ്റായി കാണുന്നതും അല്ലെങ്കിൽ ഹൈലൈറ്റായി ചർച്ച ചെയ്യപ്പെടുന്നതും അവിടെ നടക്കുന്ന നെഗറ്റീവായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത്രത്തോളം നല്ലതല്ലാത്ത കാര്യങ്ങളാണ് ഹൈലൈറ്റായി സംസാരിക്കപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റൂൾ ബ്രേക്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പോലും തുടക്കം മുതൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അനാവശ്യ കാര്യങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു സീസണായി മാറിയിരിക്കുകയാണ് സീസൺ 6 എന്ന്. അതായത് നമ്മൾ സിജോ റോക്കി വിഷയമാണെങ്കിലും, പിന്നീട് ഗബ്രി ജിൻഡോ വിഷയമാണെങ്കിലും, നോറ നമ്മൾ ജാൻമണി വിഷയമാണെങ്കിലും, അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി വിഷയമാണെങ്കിലും, അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ആ ബിഗ് ബോസ് സീസൺ 6 നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ലതിനെക്കാട്ടും കൂടുതൽ ഹൈലൈറ്റ് ആയിപ്പെടുന്നത് നെഗറ്റീവായ കാര്യങ്ങളാണ്. ഷോയെ തന്നെ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷോയുടെ ഒരു ഇമേജ് ടോട്ടലി ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പ്രേക്ഷകരുടെ ഇടയിൽ പോകുന്നുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇവരൊന്നും തന്നെ ബിഗ് ബോസ് പറയുന്നതിന് 5 പൈസയ്ക്ക് വില കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇന്നലത്തെ പ്രോമോയിൽ തന്നെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, റൂൾസ് എന്ന സംഭവം ഇവർക്ക് ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം. അതായത് മൈക്ക് ധരിക്കില്ല, നീ പോയി കേസ് കൊടുക്കടാ എന്നൊക്കെയാണ് വിളിച്ച് പറയുന്നത് പ്രോമോയിലൂടെ. അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനത്തെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് തീർച്ചയായും ഇനി അവിടെ തുടരാൻ സാധിക്കുമോ എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് അവരുടെ സേഫ്റ്റി ആണെങ്കിലും മറ്റുള്ളവരുടെ സേഫ്റ്റിക്കാണെങ്കിലും എനിക്കറിയില്ല. അതിനൊക്കെ ഒരു പ്രോപ്പറായൊരു ആക്ഷൻ തന്നെ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. കാരണം റിപ്പീറ്റഡ് ഒഫൻസ് വീണ്ടും വീണ്ടും ഓരോ ആഴ്ചകളിലും ഓരോ ദിവസവും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു അവസാനം തീർച്ചയായും വേണം. ഒരു ഷോ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു നിലവാരമുണ്ട്. അത് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഏതൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും അവരവിടെ വെച്ച് പറപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ സീസൺ 7 വരുമ്പോഴേക്കും ബിഗ് ബോസ് മലയാളം തന്നെ ഒന്ന് ഇല്ലാതായി പോകുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഒരുപാട് നല്ല നല്ല മത്സരാർത്ഥികൾ ബിഗ് ബോസ് സീസൺ 6 പക്ഷേ നമ്മൾ പോസിറ്റിവിറ്റിയാണ് കൂടുതൽ നെഗറ്റിവിറ്റിയാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതും പ്രേക്ഷകർ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതും. അവർക്ക് ഇത്തരം കാര്യങ്ങൾ കാണാൻ തന്നെ ഇഷ്ടമില്ല. പക്ഷേ പോസിറ്റീവായ വിഷയങ്ങൾ ഒരുപാട് കൊണ്ടുവരാനുള്ള കഴിവുള്ള ഒരുപാട് മത്സരാർത്ഥികളുണ്ട് തീർച്ചയായും. എന്തായാലും ഇതിനെതിരെ സ്ട്രിക്റ്റായ ഒരു ആക്ഷൻ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഇനിയൊരു ഫൈനൽ വാണിംഗ് ഒരിക്കലും ഉണ്ടാവരുത്. കാരണം റൂൾ ബ്രേക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ അത്ര നിസ്സാരമായൊരു കാര്യമല്ല.